കുറച്ച് നാളായി യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ഒരു ട്രിപ്പ് പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മോണ്ടിനിഗ്രോയിൽ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ മോർണിംഗ് തന്നെ സ്ട്രാറ്റ്ഫോർട്ടിൽ എത്തിയായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് എയർപോർട്ട് ബസ്സുകളുണ്ടെന്ന് വെച്ചാൽ എക്സ്പ്രസ് ബസ്സുകളുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഞങ്ങൾ ഈ കൺട്രി ചൂസ് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഞാൻ ഉദ്ദേശിച്ചത് ഫ്രാൻസ്, ഇറ്റലി അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ചിലവുകൾ നമുക്ക് ഇവിടെ നിന്നേ വരാം. പക്ഷേ ഇവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ചെറിയ 2 ബാഗുകളാണ് ഒരു 5 kg ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 പൗണ്ടിനുള്ളിലൊക്കെ ടിക്കറ്റ് കിട്ടിയാലേ. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു സീസൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് തൊട്ട് അതിൽ എബോലിക്കും വരാം, ഒരു 200 to 50 വരെയൊക്കെ വരാം. അത് നമ്മൾ ഡിപ്പെൻസ് ആണ്, നമ്മളത് നോക്കിയെടുക്കണം. ഞങ്ങൾ 2 പേർക്കും കൂടി ഓൾമോസ്റ്റ് ഒരു 273 പൗണ്ടാണ് ആയത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു 10 kg അഡീഷണൽ ലഗേജും കൂടി എടുത്തായിരുന്നു. പിന്നെ ഒരു മെയിൻ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടേക്ക് പോകാനായിട്ട് വേറെ വിസ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ BRP കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി വരാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് പോഡ്ഗോറിക്കയിലാണ്. പോഡ്ഗോറിക്കയാണ് ഈ മോണ്ടിനിഗ്രോൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഒരു 3 hours ജേണിയാണ് അത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഡിലേക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞങ്ങൾ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും നമുക്ക് നേരത്തെ നമ്മുടെ ചെക്ക് ഇനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ കൗണ്ടറിലേക്ക് പോയി. നമ്മുടെ ചെക്ക് ഇനെല്ലാം കഴിഞ്ഞു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതും ക്ലിയർ ചെയ്തു. പിന്നെ ഫൈനലി നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കുറേ ഷോപ്സ്, പിന്നെ കഫറ്റീരിയ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഷോപ്സിലൊക്കെ കയറി നമുക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റ്സ് എല്ലാം ഓപ്പൺ ആയി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകാനായിട്ട് അവർ ഓൾറെഡി ഒരു ഷട്ടിൽ സർവീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമുക്ക് വാക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെയും പോവാം. ഒരു 2 സ്റ്റോപ്പൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ റൈനറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സീറ്റ്സൊക്കെ ഫില്ലായിരുന്നു ഈ ഒരു ടൈമിങ്. പിന്നെ ഓരോ സീസണിനിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു സമ്മറിൻ്റെ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഒരു സ്പ്രിങ് സമ്മർ സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സീറ്റൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എങ്ങനെയായിരിക്കുന്നതെന്നറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് യൂറോപ്യൻ ട്രിപ്പാണ്. ഐ എം വെരി എക്സൈറ്റഡ്. അപ്പം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് പുറത്തേക്ക് നോക്കൊരു പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു എന്താ പറയുക, ഒരു ടെൻഷനൊക്കെ അല്ലേ. എനിക്കും അതേപോലെ തന്നെയായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓക്കെ ആവാൻ, സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളതെല്ലാം അഡീഷണലായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ചെറിയ സ്നാക്സൊക്കെ കയ്യിൽ കരുതിയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോഡ്ഗോറിക്കയിലെത്തി. പോഡ്ഗോറിക്ക എയർപോർട്ടാണ് ഈ കാണുന്നത്. ഇത് വന്നിട്ടൊരു ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറിയൊരു എയർപോർട്ടായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നേരെ ഒരു ടാക്സി എടുത്തിട്ടാണ് പോഡ്ഗോറിക്ക ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്.
ഞങ്ങൾ ഫ്ലൈ ചെയ്തിരുന്നത് ഒരു സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയപ്പോഴേക്കും ഞങ്ങൾ പോർട്ട് കോറിക്കലിൽ ലാൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ UK നിന്നും തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു സൺഡേ ആയിരിക്കും ഓൾമോസ്റ്റ് ക്രൗഡ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെ സൺഡേ കവർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ബുഡ്വ ബീച്ചിലേക്കാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ ഓൾറെഡി ഞങ്ങൾ ഫ്ലിക്സ് ബസ് എടുത്ത് അതിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 11-12 പൗണ്ട് നമുക്ക് ആയുള്ളായിരുന്നു 2 പേർക്കും കൂടി. അങ്ങനെ ഞങ്ങളിതാ ബുഡ്വയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ബുഡ്വയിൽ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലൊക്കെ ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ നല്ല ക്ഷീണം കാരണം ഉറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുഡ്വയിലെത്തിയതാണ് ഈ കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ കുറച്ച് മുയൽക്കുട്ടന്മാരൊക്കെ നിന്ന് കളിക്കുന്നു. എന്തിനാണോ എന്തോ എനിക്കറിയില്ല, ചിലപ്പോൾ മീറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ മുയലിനെയൊക്കെ ഇവിടെ വളർത്തുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ആമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രെഡും വെജിറ്റബിൾസും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ഒന്ന് ഈവനിങ് ആയിരുന്നു, ഇരുട്ടൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഓൾറെഡി 30 പൗണ്ട് ആയുള്ളായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന്. ബുഡ്വ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഞങ്ങൾ എന്നിട്ട് ഇവിടെ എത്തി. ഇവിടുത്തെ ഹൗസ് ഓണറൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ആളായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. കറക്റ്റായിട്ട് നമ്മുടെ കീസും കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ റൂമിലേക്ക് എത്തി. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ഫുൾ ഫർണിഷ്ഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ടേബിൾസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽസും അവിടെ ഉണ്ടായിരുന്നു. കാരണം കുക്ക് ചെയ്ത് കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കുറച്ച് പ്ലേറ്റ്സും പിന്നെ കുറച്ച് പാൻസും അങ്ങനെ എല്ലാം വെച്ചിരുന്നു. അതെല്ലാം നാച്ചുറലി നല്ലൊരു സൗകര്യമായിരുന്നു നമുക്കവിടെ കിട്ടിയിരുന്നത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ എന്നാലും. പിന്നെ ഇവിടെ ഇഷ്ടമാതിരി സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടായിരുന്നു. നല്ല കബോർഡ്സ്, അയണിങ്, എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈവനിങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഫുഡ് എടുത്തായിരുന്നു. അതായത് ചീത്തയാവാത്ത ചിക്കനൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തും പിന്നെ ഫിഷ് കറി വെച്ചായിരുന്നു. അപ്പോൾ അതും ഒരു ഇതിനകത്ത് വെച്ചിട്ട് പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈവനിങ്. പിന്നെ കുറച്ച് പൊറോട്ട, അതൊന്നും നമുക്ക് പെട്ടെന്ന് ചീത്തയാവില്ലല്ലോ, അതിനെടുത്തു. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു കോഫി പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു ഫ്രൈസും ചിക്കനൊക്കെ ആയ ഒരു ഡിഷ് പറഞ്ഞായിരുന്നു. ഞാനപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരിക്കും എന്നറിയില്ല. ചിക്കനൊക്കെ കണ്ടപ്പോൾ അവർ എന്തായാലും ഇവരൊന്നും നമ്മുടെ പോലെ സ്പൈസസ് ഒന്നും കഴിക്കില്ലായിരുന്നു എനിക്കറിയാം. എന്നാലും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയൊരു സോൾട്ടി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് പെപ്പറൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ പിന്നെ പിറ്റേ ദിവസം മോർണിംഗിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു നെക്സ്റ്റ് ഡേ. അത് ഒരു ചെറിയൊരു മിനി കേക്കൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. നൈറ്റിൽ ഇത് അത്യാവശ്യം നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് പോയിട്ടില്ല, ബുഡ്വയിലെത്തി എന്നേ ഉള്ളൂ. നമ്മൾ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു റൂമും എടുത്തു. പിറ്റേ ദിവസമാണ് നമ്മൾ ബീച്ചിൽ സൈഡിലോട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. പിന്നെ നൈറ്റ്സിലൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കൂടുതലും വുമൻസൊക്കെ വളരെ കംഫർട്ടായിട്ടാണ് ഇതിലൂടെയൊക്കെ നടന്നു പോകുന്നത്. ചിൽഡ്രൻസ് ആയാലും നമ്മുടെ കുറച്ച് ചെറിയ പാർക്കുകളുണ്ടായിരുന്നു, അവിടെയൊക്കെ നിന്ന് കളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് നല്ല കംഫർട്ടബിളാണ്. കാരണം നമുക്ക് ആരും പേടിക്കണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി ഇവിടുത്തെ റേറ്റ്സൊക്കെ കമ്പാരിറ്റീവ്ലി വലിയ പ്രശ്നം തോന്നിയില്ല. UK ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആയിരുന്നു. ഇവിടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തുണിക്കടകളും ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റേഷനറി, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ റൂമിൽ തിരിച്ചെത്തി, ഫ്രഷൊക്കെ ആയി. ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു 12 ആയപ്പോഴേക്കും ഞങ്ങൾ ആ കൊണ്ടുവന്ന മിനി കേക്ക് കട്ട് ചെയ്തു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കുഞ്ഞൻ കേക്കായിരുന്നെങ്കിലും പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല ബ്ലൂബെറി ഫ്ലേവറായിട്ട് നല്ല കേക്കായിരുന്നു അത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ നേരത്തെ തന്നെ ഉറങ്ങിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെ ബാൽക്കണിയുടെ ഡോർ തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഇത്രയും സൗകര്യം ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് കണ്ടത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും പിന്നെന്താ നല്ലൊരു സൗകര്യം തന്നെയായിരുന്നു കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാർബിക്യൂ ഒക്കെ ആക്കി സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാനും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓണറിനോട് നേരത്തെ മുൻകൂട്ടി പറയണം ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് അതിനും സൗകര്യങ്ങൾ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബുഡ്വ ബീച്ച് സൈഡും അതിൻ്റെ എങ്ങനെയാണെന്നുള്ള ഡേയുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണണേ.